നമ്മളെ ലൈഫിൽ എന്ത് ഒന്ന് നിർത്തി നടക്കുകയാണെങ്കിൽ പോടച്ചക്കാടുന്നു അവൻ്റെ ഒരു ഇടപാട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഫേമസ് ആയിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സാണ്. ടി ടി ഫാമിലി പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം. അതിൽ എന്താ അതിലൊരു ഞാൻ വൈഫ് കുറച്ച് ഏജിലും ഈ പയ്യൻ ചെറുപ്പമാണ്. അപ്പോൾ കുറേ കാലമായിട്ട് വിവാദങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, ഉഷാറാണ്, കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനെ തുടർന്നിട്ട് ഇപ്പോൾ ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടാ. ഞാൻ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. 7 മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ വേണമെന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. ഇനിയിപ്പോൾ വല്ല തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് നമ്മൾ കൺസൾട്ട് ചെയ്യാന്നുള്ളത് അറിയില്ല. ഏതായാലും ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ, അതിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ നോമ്പൊക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും റിസൾട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് സ്കാനിങ് കിട്ടിയതിന് ശേഷം കാണട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് വിളിച്ചതെന്നാണ് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയും കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഇന്ന് ഭയങ്കരമായി തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്താണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. പിന്നെ റിസൾട്ടുള്ളത് ആർക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ, റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഇപ്പോൾ ഷെമി ലേബർ റൂമിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇപ്പോൾ നോമ്പ് ഷെമിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷെമി നോമ്പ് പറ്റിയില്ല. അപ്പോൾ എൻ്റെ പേര് മുബാസും ഒന്നും കഴിച്ചില്ല, ഞാനൊന്നും കഴിച്ചില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കുകയും വേണം. പിന്നെ അതുപോലെ അലർജിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളൊരു ഗുളിക ഉണ്ട്. അപ്പോൾ അതും ഈ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പെട്ടെന്ന് ഇട്ടറിന് പോകുന്നതാണല്ലോ. അപ്പോൾ ഗുളിക മരുന്ന് ഒന്നും എടുത്തില്ല, സാധനങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ ഫുഡും കഴിക്കണം, ഗുളിക കുടിക്കണം, പിന്നെ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും 1-2 ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷേ റിസൾട്ടിൽ 100% കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ലാണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആശു പറയുക ബേബിനെ കിട്ടും, അങ്ങനെ പറയുള്ളൂ. ആശു കരച്ചിൽ വരെ മാറ്റൽ, ബേബി കാണുന്ന പറയുമ്പോൾ കരച്ചിൽ വരെ മാറ്റില്ല. അപ്പോൾ ആശുവിനോട് എന്ത് പറയുന്നില്ല, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ആ ഒരു എന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും. പക്ഷേ ഈ റിസൾട്ട് കൂടി കണ്ടപ്പം 100 തന്നെ പറയുക. ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ, എന്താ പറയുക, 1-2 ഡോക്ടർമാരോട് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ഷെമി ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് ഷെമിക്ക് ഒന്നുകൂടി ഒന്ന് മൈൻഡ്, ഞാൻ പറഞ്ഞില്ല ഷെമിക്ക് ചെറിയ ഒരു ഡിപ്രഷൻ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് ഇരിക്കുന്നത് ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. അതെ എന്താ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുമല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഏതായാലും എന്താ ഇനിയിപ്പോൾ ഒന്നും വരാൻ നിൽക്കട്ടെ പറയാനുമില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും കാണുന്നാല്. ഓക്കെ, ഞാൻ ഏതായാലും ഫുഡ് എന്തെന്നാ നോക്കിയിട്ട് പിന്നെ നോമ്പ് നോക്കണമല്ലോ, അപ്പോൾ എന്താ നമുക്ക് നോക്കട്ടെ. അതിനനുസരിച്ച് ഏതായാലും ദുആ ചെയ്യല്ലോ, ഇവിടെ അതൊക്കെ പറയാനുള്ളൂ. ഓക്കേടാ ബ്രോ, നമുക്ക് എന്തായാലും കാണാം. ഇതെന്താ വെച്ചാലേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അവരെ കമൻ്റ് ഒന്ന് നിങ്ങൾ നോക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്, ഏത് സീരിയസ് കണ്ടീഷൻ വന്നാലും ആദ്യം വീഡിയോ എടുക്കണം. ഏത് സീരിയസ് കണ്ടീഷൻ വന്നാലും ആദ്യം വീഡിയോ എടുക്കണം. ഓക്കെ, ഒരു കമൻറ്റ്. നാട്ടുകാരോട് എത്തിക്കാൻ പറയാനാട്ടിയും പറയുന്നതിലും നല്ലത് ആദ്യം ദുആ ചെയ്യൂ. അതായത് ഇവർ ഈ വീഡിയോ എടുക്കാൻ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നാട്ടുകാരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറയണ സമയം മതി സ്വന്തമായിട്ട് ഏതെങ്കിലും പ്രയർ റൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇവരെ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിലാണ് ഈ ഇങ്ങനത്തെ കുറേ കഥകളുള്ളത്. നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഈ കമൻറ്റിൽ ഭൂരിഭാഗം എന്താ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഇവൻ്റെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവൻ്റെ മുഖത്ത് നിന്ന് ശ്രദ്ധിച്ചുകൂടെ? ഇവൻ്റെ മുഖത്ത് സത്യം പറയാം, ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണ്. എൻ്റെ വൈഫ് ഇതേപോലെ ലേബർ റൂമിൽ കയറിയപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇളകാൻ പറ്റില്ല. ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് തിരും. എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവേ ഒരു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആശുപത്രി പോയി ലേബർ റൂമിന് പുറത്ത് പോയിരുന്ന ആരും ഇതേപോലെ മൊബൈലും തുറന്നിട്ട് വീഡിയോ എടുത്ത് നിൽക്കാൻ നിൽക്കില്ല. എന്നുകൊണ്ട് അങ്ങോട്ട് വീട്ടുകാരെ വിളിക്കുമെന്നല്ലാണ്ട് വേറെ ഇളകാൻ പറ്റില്ല, ഭർത്താവുമാർക്ക് ഇളകാൻ പറ്റില്ല, അത്രയ്ക്ക് ടെൻഷനാണ്. ഇപ്പോൾ അവിടെ അങ്ങനെ ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞാൽ ഒരാൾക്കും പുറത്ത് വന്നിട്ട് ഇരിക്കാൻ തോന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു, നമ്മൾ വിഷമിച്ചിരിക്കും, ടെൻഷൻ അടിച്ചിരിക്കും. എന്താ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലേ. ഹസ്ബൻഡിന് ആയാലും ഫാമിലിക്കായാലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടെൻഷനാണ് അവിടെ. ഹസ്ബൻഡിനായിക്കോട്ടെ ഫാമിലിക്കായിക്കോട്ടെ നല്ല ടെൻഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആരും മാറി നിൽക്കാൻ സമ്മതിക്കില്ല. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും തോന്നില്ല, സത്യം. അങ്ങനെയാണ് ഈ ലേബർ റൂമിൻ്റെ അടുത്ത് പോയാൽ സത്യം ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഇപ്പോൾ ഒരു പെൺകുഞ്ഞുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ലേബർ റൂമിൽ നമുക്ക് പുറത്തേക്ക് മാറാൻ പറ്റിയിട്ടില്ല, ടെൻഷൻ അടിച്ച് നിൽക്കും. നമ്മളെ കാര്യം മാത്രമല്ല, പൊതുവെ നമ്മളവിടെ കണ്ടു. ഞാനന്ന് ലേബർ റൂമിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഹസ്ബൻഡുമാർ ടെൻഷൻ അടിച്ച് അവർ മുഖത്തൊരു ചിരി പോലും വരില്ല, ആ നിലക്ക് ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കണം കണ്ടിട്ടുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുക, അവിടെ നിന്നൊരു പ്രാർത്ഥിക്കണം അടക്കം കണ്ടിട്ടുണ്ട് ഞാൻ. ഇവരെ കാര്യത്തിൽ വരുമ്പോൾ ലേബർ റൂമിൽ വൈഫിനായിട്ട് കയറ്റിയിട്ട് പോകാൻ പുറത്ത് വന്നിട്ട് കാർ പാർക്ക് ചെയ്യാൻ വന്നിട്ട് ചായ കുടിക്കാൻ ചോറിനാണ് നിൽക്കുക. സംഭവം റംലാനൊക്കെ ശരി സമ്മതിച്ച്. ഇവൻ ചോറ് തിന്നാനും ചായ കുടിക്കാനും എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഇത്ര മിനിറ്റാണ്ട് ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ട് ഞാൻ അതാലോചിക്കണം. ഈ വീഡിയോ എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കുഞ്ഞെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
എത്ര സമയം എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണത്? ഇവൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടല്ലോ, ഞാൻ അതാ ആലോചിക്കണത്. സ്വന്തം ഭാര്യ ലേബർ റൂമിലൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ നിൽക്കുക. എന്തെന്നാ പറയാ, വീഡിയോ എടുക്കാനായാലും തോന്നുന്നുണ്ടല്ലോ പൊന്നു സുഹൃത്ത്. ഇത് ഇവൻ്റെ കാര്യം തോന്നല്ല. ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ കണ്ടോക്ക്. ഇപ്പം അടുത്ത് വന്ന വീഡിയോ ആണ്. നമ്മളെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ചവൻ കണക്കാക്കി വെച്ച കാര്യങ്ങളായിരിക്കും. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയും, ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ, ആശുക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി. അവസാനം വൈറ്റിലേക്ക് ബേബി പോയി. ടി ഫാമിലി ഇൻട്രൊഡക്ഷൻ ഒന്ന് നിർത്തി പോട ചെക്കാടുന്നു അവൻ്റെ ഒരു ഇടപാട്. ഓൻ വന്നിട്ട് ഈ കുട്ടി മരണപ്പെട്ട് അതിൻ്റെ ശേഷം വീഡിയോ ചെയ്യണം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കണത് ഭയങ്കര വിഷമമായിട്ട് കുട്ടിക്ക് വൈറ്റ് ഡ്രസ്സാണ് അവൾ പറഞ്ഞത്, വൈഫ് പറഞ്ഞത് വൈറ്റ് ഡ്രസ്സ് തന്നെ. അതിനൊരു സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് ഇവ അതിൻ്റെ ഇടയ്ക്ക് തിരികെ ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ. അപ്പം ആ ട്യൂണ് കേട്ടറിയാം, എൻജോയ്മെൻറ്റ് ട്യൂണായിട്ടുള്ളവ ഇത്രക്കുള്ളവൻ്റെ കഥ. എന്നിട്ട് ഇവൻ കിടന്നിട്ട് ഇങ്ങനെ മെഴുക കിടന്നിട്ട് ഒന്ന് നാണല്ല പൊന്നു സുഹൃത്തനക്ക്. ഒന്നില്ലെങ്കിൽ താൻ അങ്ങനെ ഒരു സ്വന്തം കുട്ടി മരണപ്പെട്ട് വല്ലാത്ത വിഷമം തന്നെയാണ്. ആ പ്രഗ്നൻസി ആയിട്ടുള്ള ആ ലേഡിക്കും തൻ്റെ വൈഫിനും ഫാമിലിക്കും മൊത്തം വിഷമം തന്നെയാണ്. എന്നാൽ പോലും അങ്ങനെ വിഷമമുള്ള ഒരാൾ സത്യം പറഞ്ഞ പൊന്നു സുഹൃത്തെ ഈ ഇടപാടൊന്നും ഈ കാട്ടല്ലേ ഒന്നുമില്ലെങ്കിലും. അവൻ്റെ ഒരു സങ്കടം ആദ്യം പറയൂ, സെക്കൻഡ് എന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഇൻട്രഡക്ഷനും എന്ത് കാര്യമുണ്ട് പൊന്നു സുഹൃത്തെ, എന്തെന്നതിനൊക്കെ പറയുക. ഈ ഒന്നും ചെയ്യണ്ടോ അനക്ക് ഈ ഇങ്ങനെ ഈ ഒന്ന് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച ഈ വീഡിയോ ചെയ്യല്ലേ, ഈ 2-3 ആഴ്ച ഒരു വീഡിയോ ചെയ്യല്ലേ, പ്രശ്നം ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാരെന്നെ കുറ്റം പറയാനും പേരില്ല, ചോദ്യം ചോദിക്കാനും പേരില്ല. ഈ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ മിനിറ്റിന് അങ്ങോട്ട് തിരിഞ്ഞ് ബേബി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറങ്ങാനല്ലേ ആൾക്കാർ ഇതിനായിട്ട് കമൻറ്റ് അടിക്കാൻ വന്നത്. ഈ സത്യം പറഞ്ഞ 2-3 ആഴ്ച ഒരു വീഡിയോ ചെയ്യല്ലേ. ഇതുകൊണ്ട് എന്താ കിട്ടണം, എനിക്ക് കുറച്ച് പൈസ കിട്ടും, 10-20,000 ഉറുപ്പിക കിട്ടും. ആ പൈസ ഒന്നും വേണ്ടെന്ന് നോക്കി പോകുന്ന സുഹൃത്ത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷമത്തിന് കൂടെ ആ ലേഡിയുടെ കൂടെ നിൽക്ക്. അല്ലാണ്ട് വീഡിയോ എടുത്തിട്ട് കഥ പറഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യാതിരിക്കാണ്ട് എത്ര നേരം എടുക്കും ഇത് എഡിറ്റ് ചെയ്യാന്നറിയോ? ആ നേരെ കണ്ട് അപ്പം സ്ത്രീനെ സമാധാനിപ്പിക്കുക. സംഭവിച്ച് ഈ മേലെ ഈ വീഡിയോ ആയിട്ട് പറയാം. ഒരു 3 ആഴ്ച ഈ വീഡിയോ നിർത്താൻ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തീരും. എനിക്ക് ഇത്ര ഇവൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു അംഗം ഇനി ഇവൻ്റെ വീഡിയോ കാണാൻ പ്രാന്ത് പിടിക്കും. ഇത് അടഞ്ഞ് തൊട്ടടുത്ത് മരിച്ചെടുക്കുമ്പോൾ ഈ വീഡിയോ എടുത്തോ എന്തെന്ന് എന്നൊക്കെ പറയുക. അനക്ക് ബുദ്ധി ഇല്ലാണ്ട് അത് ബുദ്ധി കൂടിയിട്ടാ. അല്ലാത്ത അന്നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ പൊന്നു സുഹൃത്തെ ഒന്നില്ലെങ്കിലും. ഞാൻ ഈ വീഡിയോ നിർത്തും. കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് വീഴും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോളി. ഇതിനോട് യോജിക്കണ്ടില്ലെന്ന് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും ലേബർ റൂമിൻ്റെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് മാറില്ല. അതുപോലെ ഇപ്പോൾ ഇങ്ങനൊരു അത്യാപത്ത് വന്നു പോയി, 4 ഏടിനെ ആസ്വദിക്കാണ്ട് പോകാൻ വീഡിയോ എടുക്കാൻ നിൽക്കുക. ഇവനൊക്കെ എന്താ പറയുക, ഇവനക്ക് പൈസ യൂട്യൂബ് റീച്ചിൻ്റെ പൊന്നെ ഇതൊക്കെയാണ് ഇവൻ്റെ മനസ്സിൽ. അല്ലാണ്ട് വേറൊരു കഥയില്ല. ഇവന് കുറേ സ്നേഹമൊക്കെ കാണിക്കുന്ന കഥയല്ല, വെറുതെ അഭിനയം മാത്രം ഇവൻ്റെയൊക്കെ. ഓക്കെ, എന്തായാലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. നമുക്ക് കാണാം, അടുത്ത വീഡിയോ കാണാം. ബൈ.